യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ലോകത്തിലെ ലാർജസ്റ്റ് എക്കണോമി, ഏറ്റവും കൂടുതൽ ബില്യനേഴ്സ് ഉള്ള രാജ്യം. അവിടെ 50 സ്റ്റേറ്റ്സ് ഉണ്ട്. അതിൽ 3 കോടി ജനങ്ങളുള്ള ലാർജസ്റ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള ടെക്സാസിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. US എമിഗ്രേഷനിൽ ഡിജിറ്റൽ ഓട്ടോമേഷൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് ബയോമെട്രിക് ആണ്. പാസ്പോർട്ടിൽ സ്റ്റാമ്പ് കിട്ടണമെങ്കിൽ സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ I-94 വെബ്സൈറ്റിൽ എക്സിറ്റ് എൻട്രി ഇൻഫർമേഷൻ ഉണ്ടാവും. ഡാലസ് എയർപോർട്ടിലെ വേറെ ടെർമിനൽസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കണ്ടാവും. DFW എന്ന പേരുള്ള ഈ എയർപോർട്ട് സൈസിൽ ലോകത്ത് 3-ാം സ്ഥാനത്തും നമ്പർ ഓഫ് പാസഞ്ചേഴ്സിൽ ലോകത്ത് 2-ാം സ്ഥാനത്തും ആയതുകൊണ്ട് തന്നെ ഇതിന് സ്വന്തമായിട്ട് സിപ്പ് കോഡും പോസ്റ്റൽ സർവീസും ഉണ്ട്. ഞാൻ വന്നിറങ്ങിയത് ടെർമിനൽ എയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രെയിൻ എടുത്തിട്ട് ടെർമിനൽ ബിയിലേക്ക് പോകുന്നത്. എൻ്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്ന അവിടെയാണ്. നമ്മൾ ലിക്കറും ലക്ഷറി പ്രൊഡക്ട്സും ഡ്യൂട്ടി ഫ്രീ എന്ന് വാങ്ങുന്നത് പോലെ മാക്ബുക്കിൻ്റെ ലാപ്ടോപ്പ് ഡ്യൂട്ടി ഫ്രീ എന്ന് വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ അന്വേഷിച്ചു. പക്ഷേ പറ്റില്ല, സ്റ്റേറ്റ് ടാക്സ് അപ്ലിക്കബിൾ ആണ്. രാവിലെ 5 മണിക്ക് ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ $ഇല്ല. അതുകൊണ്ട് കാർഡ് വെച്ചിട്ട് ചെറുതായിട്ടൊരു ഫുഡ് കഴിച്ചു. ഇനി നല്ല ഫ്രണ്ടിനെ കാണുമ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നിർത്താം. എയർപോർട്ടിൽ നിന്ന് ഊബർ വിളിച്ച് വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ട്രെയിനോ ടെക്സ്റെയിൽ ട്രെയിനോ വഴി ഡൗൺ ടൗണിലേക്ക് പോകാം. പക്ഷേ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് വന്നുകൊണ്ട് ഞാൻ കാറിലാണ് പോയത്. ഡ്രൈവ് ചെയ്യുമ്പം എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ളൊരു കോട്ടാണ്: അമേരിക്കൻ റോഡ്സ് ആർ നോട്ട് ഗുഡ് ബിക്കോസ് അമേരിക്ക ഈസ് റിച്ച്, ബട്ട് അമേരിക്ക ഈസ് റിച്ച് ബിക്കോസ് അമേരിക്കൻ റോഡ്സ് ആർ ഗുഡ്. ഈ അമേരിക്കൻ യാത്രയിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്ലാൻസ് ഉണ്ട്. ആദ്യം തന്നെ നന്നായി ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ബെസ്റ്റ് ബൈന്ന് ആപ്പിളിൻ്റെ ലാപ്ടോപ്പ് വാങ്ങണം. പിന്നെ ഒരു ബഡ്ജറ്റ് ഷോപ്പിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ടിപ്പിക്കൽ അമേരിക്കൻ ഡ്രീം ആയിട്ടുള്ള ഒരു ലക്ഷറി വീട്ടിലെ എൻ്റെ സ്റ്റേനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളും കാണിക്കുന്നതായിരിക്കും. വിശക്കുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പം എൻ്റെ ഫ്രണ്ട് റെസ്റ്റോറൻറ്റ് നിർത്താതെ ഈ കോസ്കോയിൽ നിർത്തിയിട്ട് ഇവിടെ കൊടുക്കുന്ന സാമ്പിൾ ഫുഡുകൾ ഒരുപാട് ട്രൈ ചെയ്ത് എൻ്റെ വിശപ്പ് മാറി. ഇവിടുന്ന് എനിക്ക് വലിയൊരു പാഠം മനസ്സിലായി. ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ അമേരിക്കൻ ഡ്രീം അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു വൈസായിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ വേണം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടുത്തെ പ്രൊമോഷൻസും ഓഫേഴ്സും സാമ്പിൾ ഫുഡുകളും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പെട്രോൾ നിങ്ങൾ തന്നെ അടിക്കണം. ഡൂ ഇറ്റ് യുവർ സെൽഫ്. ഇതാണ് ഞാൻ 2ാമത് അമേരിക്കയിൽ പഠിച്ചിട്ടുള്ള കാര്യം. എലോൺ മസ്ക് ബുഗാട്ടിയിൽ വന്നാൽ വരെ പെട്രോൾ പമ്പിൽ പെട്രോൾ സ്വയം അടിക്കണം. സെൽഫ് സർവീസാണ്. അമേരിക്കയിൽ വന്ന് 2 മണിക്കൂറിൽ ഞാൻ പഠിച്ചിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് ഡൂ ഇറ്റ് യുവർ സെൽഫും, ഒന്ന് ഫ്രുഗാലിറ്റി. ഫ്രുഗാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ സേവ് ചെയ്യുക. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പൈസ കുറച്ച് സേവ് ചെയ്യുക. എന്നാൽ മാത്രമേ അമേരിക്കൻ ഡ്രീം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂ. ഇവിടെ ബെസ്റ്റ് ബൈയിൽ ഒരു ഓഫറുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന മാക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇവിടെ ബെസ്റ്റ് ബൈയിൽ ഏതൊക്കെ മാക്കുകളാണ് അവൈലബിൾ എന്നുള്ളത് ഒന്ന് ചോദിക്കാൻ വേണ്ടി പോവാണ്. US-ലും കാനഡയിലും മാത്രമുള്ള ബെസ്റ്റ് ബൈൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ബോക്സ്, റീഫർബിഷ്ഡ്, പുതിയത്. ആപ്പിൾ സ്റ്റോറിനേക്കാളും നല്ല പ്രൊമോഷനിൽ നമുക്ക് പ്രൊഡക്ട്സ് വാങ്ങാൻ പറ്റും. 13 ഇഞ്ചിൻ്റെ മാക് എയർ, അതായത് 16 GB 512-ൻ്റെ SSD വാങ്ങാൻ വേണ്ടി ബെസ്റ്റ് ബൈയിൽ വന്നിരിക്കുകയാണ് ഗാർലാൻഡിൽ. മാക്ബുക്ക് എയർ വേണോ പ്രോ വേണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ലാസ്റ്റ് എയർ തന്നെ വാങ്ങി. M3 ആണ്. ഓപ്പൺ ബോക്സും റീഫർബിഷ്ഡും അല്ല, പുതിയ M3 എയർ. എയറിന് സ്ലോട്ടില്ല, അതിന് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ് $79 സാധനം. എയറിൽ സ്ലോട്ടില്ല എന്ന് പറഞ്ഞാൽ ടൈപ്പ് സിൻ്റെ സ്ലോട്ട് ഉണ്ട് 2 പക്ഷേ USB-ൻ്റെ സ്ലോട്ടില്ല. അതുകൊണ്ടാണ് ഈ കൺവേർട്ടർ വാങ്ങിയത്. വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 6 മാസത്തിൽ ഈ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ റേറ്റ് കുറവാണെങ്കിൽ ആ എമൗണ്ട് അവർ റിട്ടേൺ ചെയ്യും കേട്ടോ. സമയം 3 മണിയായി. നമ്മൾ കോസ്കോയിൽ പോയി, ബെസ്റ്റ് ബൈയിൽ പോയി. ഇനി അടുത്ത് പോകാൻ വേണ്ടി പോകുന്നത് ഡോളർ ട്രീയിലാണ്. 80 വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ള അമേരിക്കയിലെ 50 സ്റ്റേറ്റിലും ബ്രാഞ്ചുകളുള്ള ഡോളർ ട്രീ വളരെ യൂസ്ഫുൾ ആണ് എക്കണോമിക്കലായിട്ടുള്ള ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലെ ചൈനീസ് സ്റ്റോറുകൾ പോലെ $1 പ്രൊഡക്ട്സ് കിട്ടുന്ന വലിയൊരു സ്റ്റോറാണ്. വളരെ യൂട്ടിലിറ്റി ആയിട്ടുള്ള ചെറിയ സാധനങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വാങ്ങാം. എല്ലാത്തിനും $1 ഉള്ളൂ. $1 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 80 രൂപ, 83 രൂപയ്ക്ക് നമുക്ക് ഈ കാണുന്ന ഈ പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ കിട്ടും. അടുത്ത കുറച്ച് ദിവസത്തേക്ക് അമേരിക്കയിലെ എൻ്റെ സ്റ്റേക്ക് ആവശ്യമായിട്ടുള്ള ടൂത്ത് ബ്രഷ്, സോപ്പ് അങ്ങനെയുള്ളതൊക്കെ ഞാൻ $1 ഇവിടുന്ന് വാങ്ങി. DIY സ്കിൽസിന് വേണ്ടി ആവശ്യമുള്ള എല്ലാം ഈ $1 ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗാർലാൻഡ് ഹെൻസൺ ആണ്. ഇവിടെ ഇങ്ങനൊരു സ്റ്റോറുണ്ട് വിച്ച് ഇസ് വെരി യൂസ്ഫുൾ. എവറിത്തിങ് ഈസ് $1. വീട്ടിലേക്ക് പോവാണ്. അടുത്ത എപ്പിസോഡിൽ വീട്ടിൻ്റെ വിശേഷങ്ങളാണ്. ഇത്രയും വലിയ പോലീസ് ഒരാൾക്ക് കാരണം അറിയില്ല. ഇത് ഒരു പോലീസുകാരനെ ഉണ്ടാവുള്ളൂ, അയാൾക്കുള്ള വണ്ടിയാണ്. അങ്ങനെ ഓരോ പോലീസുകാരും